മെഡിക്കൽ പരമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു 35 വയസ്സിനുള്ളിൽ കുട്ടികളാണോ എന്നാണ് കേട്ടോ. ഏത് പ്രായത്തിലാണ് നമുക്ക് കുഞ്ഞിന് ജന്മം നൽകേണ്ടതെന്നുള്ളത്. കുഞ്ഞ് അല്ലെങ്കിൽ ഹലോ ഗൈസ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ആഫ്റ്റർ ഡെലിവറി ചേഞ്ചസിനെ പറ്റിയാണ് കേട്ടോ. ഇതിൽ ഫസ്റ്റ് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏത് പ്രായത്തിലാണ് നമുക്ക് കുഞ്ഞിന് ജന്മം നൽകേണ്ടതെന്നുള്ളത്, കുഞ്ഞ് അല്ലെങ്കിൽ കുഞ്ഞിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഞാൻ പറയുന്നത്, എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഒരു പ്രായം ഞാൻ അത് നോക്കിയിട്ടില്ല. ആഫ്റ്റർ എത്ര എന്ന് പറഞ്ഞാലും ഒരു 35-ന് ശേഷം നമുക്ക് ഡെലിവറി ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും. പ്രത്യേകിച്ച് കുഞ്ഞുണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഉറക്കം, അതുപോലെ നമ്മുടെ ഫുഡ്, നമ്മുടെ റുട്ടീൻസ് എല്ലാം തന്നെ മാറും. ഇത് ഞാൻ ഒരിക്കലും ആരെയും പേടിപ്പിക്കുന്നൊന്നല്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ നല്ലൊരു എൻജോയ്മെന്റ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. അപ്പം അത് പേടിക്കേണ്ട കാര്യമൊന്നുമല്ല. പക്ഷെ ചില മാറ്റങ്ങൾ നമുക്ക് നല്ലതാണല്ലോ എന്ന് ചിന്തിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം, അത്രേ ഉള്ളൂ. അപ്പം ഇപ്പൊ തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ കുഞ്ഞുറങ്ങിയതിന് ശേഷമാണ്. അപ്പം കുഞ്ഞുറങ്ങുന്നത് വെയിറ്റ് ചെയ്തിട്ട് വേണം വീഡിയോ എടുക്കാൻ. അല്ലാതെ നമുക്ക് ഞാൻ പുറത്ത് നോക്കുന്നതെന്ന് വെച്ചാൽ കുഞ്ഞ് ഉറങ്ങുവാണ്, റൂമിൽ ഉറങ്ങുന്നത് കൊണ്ടാണ് കേട്ടോ. അല്ലാതെ പ്രായം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സ് എപ്പോഴാണോ നമ്മൾ എപ്പോഴാണോ പ്രിപ്പയർ ആവുന്നത്. പിന്നെ വന്ന ക്വസ്റ്റ്യൻ ആണ് ബോഡി ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത്. എനിക്ക് ഇതിനോട് കൂടിയുള്ള ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പിന്നെയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്താ, ആദ്യത്തെ ഒരു 3 മാസം എല്ലാവർക്കും ഹെൽത്ത് വളരെ മോശമായിരിക്കും. ചിലർക്ക് വോമിറ്റിംഗ് ഉണ്ടായിരിക്കും, ചിലർക്ക് അതൊന്നും ഇല്ലായിരിക്കും, ചിലർക്ക് വോമിറ്റിങ്ങിനോട് കൂടി അതിൻ്റെ ഒരു ക്ഷീണം കാര്യങ്ങൾ, ചിലർക്ക് വോമിറ്റിംഗ് ഇല്ലെങ്കിലും ഒരു ക്ഷീണം കാര്യങ്ങൾ. എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ വോമിറ്റിംഗ് കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് മസാലകൾ, അതായത് നമ്മുടെ ചിക്കൻ മസാല ഉണ്ടല്ലോ, ചിക്കൻ കറി, അതുപോലെ തന്നെ ബീഫ് കറി, അതിന്റെ മസാലകളൊന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ആ സമയത്ത് ഏറ്റവും കഴിക്കാൻ തോന്നുന്നത് എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ ചോറ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെയാണ്. മസാല ഐറ്റംസിൽ ഒരു കാര്യം എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ, പിസ്സ, ബർഗർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. അപ്പം അതൊക്കെ ഒരു എന്താണ് ചേഞ്ചസ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ബോഡിയുടെ ചേഞ്ചസ് അല്ല, മൊത്തത്തിൽ ഒരു ചേഞ്ച് ഞാൻ പറഞ്ഞാണ്. പിന്നെ ബോഡിയിലുണ്ടായ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള ഡാർക്ക്നെസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ എന്താ പിഗ്മെന്റേഷൻ, ഇതൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അന്നേരം ചിന്തിച്ചു ഇതൊക്കെ മാറുമോ എന്താവും എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷെ ആരും പേടിക്കേണ്ട കാര്യമില്ല. ഡെലിവറിക്ക് ശേഷം എല്ലാം തന്നെ മാറും, എല്ലാം ഫെയ്ഡ് ആയി പോകും കേട്ടോ. പിന്നെ എന്നോട് പലരും വെയിറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പൊ എന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താ 145 എന്റെ ഹൈറ്റ് വരുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണ്. എനിക്ക് 45 കിലോയാണ് എന്താ പ്രഗ്നന്റ് ആവുന്ന ടൈമിൽ ഉണ്ടായിരുന്നത്, തുടക്കം. പിന്നെ അത് മാറി മാറി ഒരു 56, 57 ആ ഒരു എന്താ വെയിറ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ എൻ്റെ കറന്റ് ഉള്ള വെയിറ്റ് എന്ന് പറയുന്നത് 49 ആണ്. പിന്നെ ഞാൻ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് എന്താ അവരുടെ പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത്. ചിലർക്ക് നല്ല എന്താ വണ്ണമൊക്കെ വെച്ച് നല്ല സുന്ദരിയായി അങ്ങനെയൊക്കെ. എന്നെ സംബന്ധിച്ച് എനിക്ക് എന്താ വണ്ണമൊന്നും വെച്ചിട്ടില്ലായിരുന്നു. എന്താ ഒരു എന്താ എൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോയെന്ന് പറയാം. ആ ഒരു രീതിയിലായിരുന്നു എനിക്ക് എൻ്റെ പ്രഗ്നൻസി ജേർണി എന്ന് പറയുന്നത്. പിന്നെ ക്ഷീണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര വലിയ ക്ഷീണമായിട്ട് തോന്നില്ല. പക്ഷെ 1 to 3 months വരെ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ നന്നായി ക്ഷീണിച്ചായിരുന്നു. വോമിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചായിരുന്നു. പിന്നെ ഞാൻ ഇച്ചിരൊക്കെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ക്ഷീണം തീരെ മെലിഞ്ഞു പോയിട്ടില്ല, എങ്കിലും അതൊരു മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റി. പിന്നെ സ്കിന്നിന് എന്താ മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയൊന്നുമല്ല, എങ്കിലും ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ക്രീംസ് എന്ന് പറയുന്നത് കുഞ്ഞിന്റെ ക്രീം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് ഞാൻ കുഞ്ഞിന് ഹിമാലയയുടെ ക്രീമാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ലോഷനും അതുപോലെ തന്നെ ക്രീംസും എല്ലാം ഹിമാലയയുടെ ആയിരുന്നു യൂസ് ചെയ്യുന്നത്. പക്ഷെ അതൊരു ചെറിയൊരു അലർജി ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാനത് നിർത്തി. പിന്നെ നമ്മൾ പീഡിയാട്രീഷ്യനെ കൊണ്ട് കാണിച്ചപ്പോൾ അവന് ചെറിയ ചെറിയ കുരുക്കൾ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പീഡിയാട്രീഷ്യനെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു ചൂടിന്റെ ആണെന്നാണ് പറഞ്ഞത്. അതിനു മുന്നേയും ഈ ഹിമാലയയുടെ ക്രീം പുരട്ടുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അവന് ചെറിയ ചെറിയ കുരു വരുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ അത് മാറിയിരുന്നു. പിന്നെ ബേബി ഹഗ്ഗിന്റെ ഒരു ക്രീമാണ് പിന്നെ ഞാൻ അവന് യൂസ് ചെയ്തോണ്ടിരുന്നത്. അന്നേരം പിന്നെ എല്ലാം മാറി തുടങ്ങിയിരുന്നു. പിന്നീട് ഇവന് ചൂടുകുരു വന്നിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ എന്നോട് പീഡിയാട്രീഷ്യൻ ചോദിച്ചിരുന്നു ഏത് ക്രീമാണ്, ഏത് ബ്രാൻഡിന്റെ ക്രീമാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ ഹിമാലയയുടെ ആണ് പറഞ്ഞപ്പോൾ പീഡിയാട്രീഷ്യൻ തന്നെ പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രീംസ്, കുറച്ച് ക്രീംസിന്റെ പേരൊക്കെ എനിക്ക് പറഞ്ഞു തന്നു, അതുപോലെ ലോഷന്റെ പേരൊക്കെ പറഞ്ഞു തന്നിരുന്നു. അപ്പൊ ഞാനത് ഇപ്പൊ യൂസ് ചെയ്യുന്നത് സെബാമെഡിന്റെ ലോഷനും അതുപോലെ ക്രീമും ആണ് കേട്ടോ. കുഞ്ഞിന് തേക്കുന്ന അതേ ക്രീം തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പല വീഡിയോസും പറഞ്ഞിട്ട് എന്റെ സെൻസിറ്റീവ് സ്കിന്നാണ്, ഡ്രൈ സ്കിന്നാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് ടോട്ടലി എന്റെ നമുക്ക് ഓരോ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിന് ചേഞ്ച് വരും, സ്കിന്നിന്റെ ആ ഒരു കാര്യം ചേഞ്ച് വരും. അപ്പം നമുക്ക് പ്രോഡക്ട്സ് അതിനനുസരിച്ച് മാറ്റണമല്ലോ.
ഞാൻ വിചാരിച്ചു വളരെ ജെന്റിൽ ആയിട്ടുള്ള ക്രീംസ് ഒക്കെ യൂസ് ചെയ്യും. പ്രത്യേകിച്ച് എൻ്റെ ഫേസിലും ഒന്നും എന്താ പിമ്പിൾസും ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു കുഞ്ഞിന്റെ തന്നെ ഞാൻ യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ സെബാബിന്റെ തന്നെ ഞാൻ ലോഷൻ യൂസ് ചെയ്യുന്നില്ല, ക്രീം യൂസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ബോഡി കെയറിന്റെ കാര്യമാണ്. ബോഡി കെയർ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഡാർക്ക്നെസ് നമുക്ക് കഴുത്തില് അതുപോലെ തന്നെ ലിപ്സില് എല്ലാം പിഗ്മെന്റേഷന് അതൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പിമ്പിൾസ് ഒന്നും അധികം ഇല്ലായിരുന്നു മുഖത്ത്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഡൾനെസ് ആയിട്ട് അതുപോലെ തന്നെ ഡാർക്ക് ആയിട്ട് നെക്ക് ഉണ്ടായിരുന്നു. പിന്നെ അണ്ടർആംസിലൊക്കെ ഡാർക്ക് ആയിരുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പൊ ഓവറോൾ എല്ലാം എനിക്ക് നല്ല മാറ്റമുണ്ടാ. വലിയ ഡാർക്കൊന്നും ഇല്ല. എന്താ അത് കഴിഞ്ഞ പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 2 months തൊട്ട് അതിലെല്ലാം മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പിന്നെ ഡെലിവറിക്ക് ശേഷം ചേഞ്ച് ആയപ്പം നിങ്ങൾക്ക് എന്റെ പഴയ വീഡിയോസ് കാണാം. വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടായിട്ടില്ല, എങ്കിലും ചെറുതായിട്ട് ഞാൻ വണ്ണം വെക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ മുടി നന്നായിട്ട് വളർന്നിരുന്നു. പക്ഷെ ഈ ഒരു 3-4 മന്തിന് ശേഷം, ആഫ്റ്റർ ഡെലിവറി 4 മന്തിന് ശേഷം നന്നായിട്ട് മുടി കൊഴിഞ്ഞു വന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേന് മുടി കണ്ടില്ലേ, കണ്ടോ, ഇത് ഇത്രയല്ല, നല്ലപോലെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ടായിരുന്നല്ല, ഇപ്പോഴും കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതെനിക്ക് തോന്നുന്നു, ഞാൻ പല ഇതിലും ഇങ്ങനെ വായിച്ചു എടുത്ത് നോക്കിയിട്ട് ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്ത് പലരോട് ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു ഇത് നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യുമ്പോൾ എന്തായാലും മുടി പൊഴിയും, അതിനുശേഷം നന്നായിട്ട് അത് വളരുമെന്നാണ് പറഞ്ഞത്. അതിനുവേണ്ടി കൂടുതൽ ടിപ്സ് കാര്യങ്ങളൊന്നും ഞാനൊന്നും ചെയ്യുന്നില്ല. എന്തായാലും എണ്ണ തേച്ച് കുളിക്കും, അതല്ലാതെ കൂടുതലൊന്നും ചെയ്യുന്നില്ല. കൂടുതൽ ഷാമ്പൂ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. വീക്ക്ലി 1 ഞാൻ ഷാമ്പൂ തേച്ച് കുളിക്കും. പിന്നെ ബാക്കി എല്ലാ ഡേയ്സും ഞാൻ തലയിൽ എണ്ണ തേക്കും, എണ്ണ തേക്കാതിരിക്കില്ല. അപ്പം അതാണ് ഹെയറിന്റെ ഒരു മാറ്റം എന്ന് പറയുന്നത്. പിന്നെ ബോഡി കെയർ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ബോഡി കെയർ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കെയറുകളൊന്നും ഇല്ല. പിന്നെ ചോദിച്ചൊരു കാര്യമാണ് എനർജി കൂട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. എനർജി കൂട്ടാനായിട്ട് പ്രത്യേകിച്ച് ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ധാരാളം വെള്ളം കുടിക്കും കേട്ടോ. വെള്ളം ഞാൻ മസ്റ്റാണ്, വെള്ളം ഞാൻ കുടിക്കും. അത് നമുക്ക് പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ പീഡിയാട്രീഷ്യൻ ആണെങ്കിലും പറയുന്ന കാര്യമാണ്. നന്നായിട്ട് വെള്ളം കുടിക്കണം. ഒരു ദിവസം 12 ഗ്ലാസ് വെള്ളം കുടിക്കണമെന്നാണ് പീഡിയാട്രീഷ്യൻ പറയുന്നത്. എന്നോട് പറഞ്ഞില്ല കേട്ടോ. അപ്പം എന്നാലേ നമുക്ക് നല്ലൊരു മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാകത്തുള്ളൂ. അപ്പം അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഫുഡ് നമുക്ക് നേരത്തെ എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യായിരുന്നു. പക്ഷെ ഈ ഒരു ടൈമിൽ ഫുഡ് കൺട്രോൾ ചെയ്യുന്ന വെച്ചാൽ ഹെൽത്തി ഫുഡ് കഴിക്കുക കേട്ടോ. ഫുഡ് മാക്സിമം കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല. ഈ നമ്മൾ കഴിക്കുന്തോറും അവർ നമ്മുടെ കാൽസ്യം എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എനിക്ക് എന്താ ഫുഡിൽ ചേഞ്ച് വന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചേഞ്ച് എന്ന് പറയാൻ പറ്റില്ല, ചില റുട്ടീൻസ് എന്ന് വെച്ചാൽ നട്ട്സ് കൂടുതൽ കഴിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ രാത്രി മാത്രം കേട്ടോ, രാത്രി 1 ഗ്ലാസ് പാല് കുടിക്കും. പിന്നെന്താ, ഫുഡ് കഴിക്കുന്നതിന് ഒരു ടൈം വെക്കുന്നില്ല. അവന്റെ മൂഡിനനുസരിച്ചുള്ള ആ ഒരു സമയമൊക്കെ ഞാൻ ഫുഡ്, പിന്നെ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട്, അത് നമ്മുടെ റുട്ടീൻ ആണല്ലോ ഫുഡ് കഴിക്കുന്നത്. അതിനിടയ്ക്കായിട്ട് നമ്മൾ ഓരോ ഫുഡൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് കേട്ടോ. പലരും ചോദിച്ചിട്ടുണ്ട് കുഞ്ഞിനിപ്പോൾ എത്ര മാസമായി എന്നുള്ളത്. അതിന്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിന് ഇപ്പോൾ 5ാം മാസത്തിലാണ് നടക്കുന്നത്. 13 ആകുമ്പോൾ 6ാം മാസത്തിലേക്ക് കടക്കും. സോൾ ഫുഡ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നെന്താണ്, കുഞ്ഞ് കമന്ന് വീണു. അതുപോലെ തന്നെ അവന് എന്താ വെയിറ്റും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. അവന് എന്താ നേരത്തെ എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ശോഭനം ചിരിക്കുന്നില്ലല്ലോ, എടുക്കുന്നില്ല, എല്ലാത്തിനും റിയാക്ട് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു. അതൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലോ ആ ഒരു ടൈമിൽ. എന്താ കുഞ്ഞിന് റിയാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ടൈമിൽ നമ്മൾ അതൊക്കെ ചിന്തിച്ചു. ശോഭന ഒന്ന് ചിരിച്ച് കാണിച്ചിരുന്നെങ്കിലൊക്കെ ചിന്തിച്ചു. പക്ഷെ ഇപ്പം വളരെ ഹാപ്പിയാണ്. അവൻ എല്ലാം കണ്ട് ചിരിക്കും, എന്താ എല്ലാ കാര്യത്തിനോടും റെസ്പോണ്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ എവിടെയെങ്കിലൊക്കെ വെച്ചിട്ടുണ്ട്, നമ്മൾ അവനെ ഒന്ന് തൊടാൻ അവനിങ്ങനെ പിടിക്കാൻ നോക്കും. അതുപോലെ തന്നെ അതെടുത്ത് താഴോട്ട് ഇടാൻ നോക്കും. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവന്റെ പ്രായത്തിൻ്റെതായിട്ടുള്ള കുറച്ച് മൈൽ സ്റ്റോൺ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചിരുന്നു, എന്താ അവൾക്ക് ഒരുപാട് ഹെയർ ഫോൾ ഉണ്ട്, എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇതേ പറഞ്ഞാൽ എനിക്ക് അതിനൊരു സൊല്യൂഷൻ പറയാനേ പറ്റുന്നില്ല. ഹെയർ നമ്മൾ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഹെയർ വളരാനൊരു ടൈമുണ്ട്, പൊഴിയാനൊരു ടൈമുണ്ട്, അതുപോലെ തന്നെ എന്താ വളരാതിരിക്കാൻ ഇടയിലൊരു ടൈമുണ്ട്. അപ്പം ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഈ മുടി പൊഴിയുന്നു മുടി ഇല്ല എന്നുള്ള ചിന്തയെ മാറ്റി വെച്ചേക്കാം. നമ്മൾ ഹെയറിനെ നമ്മളെ കെയർ ചെയ്യാം. പക്ഷെ നമ്മളിങ്ങനെ അതിനെ കൂടുതൽ ബോധേഡ് ആയാൽ മുടി പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്റെ പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, താളി ഒക്കെ യൂസ് ചെയ്യുക, ഡെയിലി താളി യൂസ് ചെയ്യുക. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഡെയിലി ചെയ്യാൻ നോക്കുക. നമ്മളതൊരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ നോക്കുക, കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്ത് നോക്കുക.
നന്നായിട്ട് റിസൾട്ട് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമ്മളെ സംബന്ധിച്ച് ഒരു കാര്യം നമ്മൾ ഒരാഴ്ച നമുക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ നമ്മളത് ചെയ്യത്തില്ല. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ബോഡി അത് ഒന്ന് അഡാപ്റ്റ് ചെയ്ത് വരാൻ വെച്ചൊരു ടൈം അതിന് കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എല്ലാവരും അതൊന്ന് നോക്കുക. നമ്മളിപ്പം നമ്മുടെ സ്കിന്നിലാണെങ്കിലും യൂസ് ചെയ്യുന്ന സാധനം ഉടനെ ഒരു മാറ്റം നമുക്ക് ഉണ്ടാകത്തില്ല. അത് പതിയെ പതിയെ നമ്മുടെ സ്കിൻ അത് അഡാപ്റ്റ് ചെയ്താലേ നമുക്കത് ചേഞ്ചസ് ഉണ്ടാകത്തുള്ളൂ. എല്ലാ കാര്യം അങ്ങനെ തന്നെ നമ്മൾ ജീവിതത്തിൽ തന്നെ ഒരു കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ്. ഇപ്പം ഞാൻ എൻ്റെ കുഞ്ഞിന്റെ കാര്യം പറയാം. അവന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള നമ്മൾ റുട്ടീൻ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ വരും. അപ്പം അവസാനം നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടാവുമല്ലോ എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ബോഡിയിലെ എല്ലാ കാര്യങ്ങളും. ഹെയറിന്റെ ആണെങ്കിലും സ്കിൻ ആണെങ്കിലും എല്ലാം ആണെങ്കിലും നമ്മൾ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലേ അതിനൊരു റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് നോക്കുന്നത് കുഞ്ഞു എന്ന് പറയുന്നതാണ്. അപ്പം പിന്നെ വന്നൊരു ക്വസ്റ്റൻ ആണ് സ്ലീപ്പിംഗ് പാറ്റേൺ എങ്ങനെയാണെന്ന് ചോദിച്ച്. ഇത് എന്റെ ആണോ അതോ കുഞ്ഞിന്റെ ആണോ എന്ന് ഡൗട്ടാണ് കേട്ടോ ഈ ഒരു ക്വസ്റ്റനിൽ. അപ്പൊ അവൻ ഉറങ്ങിയാലേ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ ഞാൻ രണ്ടുപേരെയും കാര്യം പറയാം. സ്ലീപ്പിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് ഫസ്റ്റ് മന്ത് അത്രയും പോയിട്ടില്ല, ഒരു 27 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അവന് നൈറ്റ് കരച്ചിലായിരുന്നു. എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് കരച്ചിലെന്നല്ല പറയുന്നത്, രാത്രി ഫുള്ള് കരച്ചിലെന്നല്ല പറയുന്നത്. കുറച്ചു നേരം ഒരു മണിക്കൂർ 2 മണിക്കൂർ ഉറങ്ങും, പിന്നെയും കരച്ചിൽ തുടങ്ങും, വീണ്ടും ഫീഡ് ചെയ്യും, ഉറങ്ങും. അങ്ങനെ നമുക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ആ 27 ദിവസം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം മാറ്റങ്ങൾ വന്നു തുടങ്ങി. അവന് പതിയെ 2 മണിക്കൂർ കൂടുമ്പം ഫീഡ് ചെയ്യാൻ തുടങ്ങുന്നു. ആ ഒരു ടൈമിൽ ഉറങ്ങാൻ തുടങ്ങുന്നു. ആ ഒരു ടൈമിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഉണരുമായിരുന്നു. 2 മണിക്കൂർ കൂടുമ്പം അവൻ ഉണർന്നില്ലെങ്കിലും ഞാൻ ഉണരുമായിരുന്നു. പക്ഷെ അവൻ ഉണരായിരിക്കത്തില്ല കേട്ടോ. അവൻ അലാറം വെച്ചാണോ എന്ന് എനിക്കറിയില്ല. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കും. അലാറം വെച്ചാണോ എന്ന് അറിയത്തില്ല. എന്തായാലും അവന് 2 മണിക്കൂർ കൂടുമ്പോൾ ഫീഡ് ചെയ്യായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇപ്പം കറന്റ്ലി ഉള്ള ഒരു സ്ലീപ്പിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് ഫീഡിങ് ഒക്കെ ഒരു 3-4 മണിക്കൂർ ശേഷമാണ്. അവൻ ഡിമാൻഡ് ഫീഡിങ് ആണ് കേട്ടോ. ഇപ്പം നമ്മൾ നൈറ്റ് ഉള്ള കാര്യം പറയാം. രാവിലെ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവുന്നു കേട്ടോ. രാവിലെ തൊട്ടുള്ള കാര്യം പറയാം. രാവിലെ അവന് കുളിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ഉറക്കമുണ്ട്. അതൊരു 2-3 മണിക്കൂർ അവന് മേ ബി ഉറങ്ങും. ചിലപ്പം അങ്ങനെ 2-3 മണിക്കൂർ പോയില്ല എന്ന് വരാം. പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ടൊക്കെ ഒരു ഈവനിങ് ടൈം ഒരു 6 മണിക്ക് ശേഷം ഒരു 8 മണി ആ ഒരു ടൈമിലൊക്കെ ഒരു ചെറിയ ഉറക്കങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം അവൻ ഉറങ്ങുന്നത് 11 മണിക്ക് ശേഷമാണ്. ആ ഒരു ടൈമിൽ ഉറങ്ങിയാൽ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും, അല്ലെങ്കിൽ 2:30 ആ ഒരു ടൈം ആകുമ്പോൾ എണീക്കും, ഫീഡ് ചെയ്യും, വീണ്ടും ഉറങ്ങും. അതിനുശേഷം 6 മണിക്കാണ് എണീക്കുന്നത്. ചിലപ്പോൾ അത് മാറ്റം വരാറുണ്ട്. ഒരു 3 ടൈമെങ്കിലും ഉണർന്ന് ഫീഡ് ചെയ്യും, ഉറങ്ങും. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ഒരു അവന്റെ സ്ലീപ്പിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. എന്റെ ഇതിലൂടെ തന്നെ എന്റെ ബാലൻസ് ചെയ്തു പോകുന്നുണ്ട്. പിന്നെ എല്ലാവരും പറയും കുഞ്ഞിറങ്ങുമ്പോൾ അമ്മ ഉറങ്ങണം എന്ന് പറയാറുണ്ട്. നൈറ്റ് ഓക്കെ, രാവിലെ നമുക്ക് ഒരിക്കലും പറ്റുന്ന കാര്യമല്ല. എനിക്കറിയില്ല, ചിലപ്പം നമ്മുടെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം. രാവിലെ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഒത്തിരി എന്നല്ല, കുഞ്ഞിന്റെ ഡ്രസ്സ് നനയ്ക്കണമെന്നുണ്ടായിരിക്കും, അതുപോലെ നമുക്ക് കുളിക്കണം, അതുപോലെ നമ്മുടെ ഡ്രസ്സ് നനയ്ക്കണം, പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടായിരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ കുഞ്ഞുറങ്ങുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കുഞ്ഞ് ഉറങ്ങുമ്പോൾ ഉറങ്ങാറില്ല. ഇപ്പം മാറിയോണ്ട് ഇപ്പൊ ഈ ഒരു ടൈമിൽ അവന്റെ സ്ലീപ്പിംഗ് പാറ്റേൺ മാറിയതുകൊണ്ട് എനിക്ക് ഒരുപാട് റിലാക്സ് ഉണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ പുതിയ അമ്മമാർക്ക് ഡെലിവറി ടൈമിന് ശേഷം എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാന്നുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ ഓൾമോസ്റ്റ് കവർ ചെയ്തെന്ന് തോന്നുന്നു. കൂടുതൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം കേട്ടോ. ഞാൻ ഇതിൽ എന്റെ അനുഭവമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളതെന്നും നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. പിന്നെ ഇതിൽ എന്തെങ്കിലും വേറെ വീഡിയോ ആയിട്ട് ഞാൻ ഇതിന് ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയാം കേട്ടോ. ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ അത് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. ടാറ്റാ.